പടിഞ്ഞാറൻ പാകിസ്ഥാൻ 10 സൈനികരുടെ മരണത്തിനിടയായ സ്ഫോടനത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബലൂചിസ്ഥാൻ വിമോചന സേന. ക്വച്ചയ്ക്ക് സമീപം മാർഗറ്റ് ചൌക്കിലാണ് ആക്രമണമുണ്ടായത്. റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ IED സ്ഫോടനത്തിൽ ആ സൈനിക വാഹനം പൂർണ്ണമായും തകർന്നു. വിവരങ്ങളുമായി ഐസൻ ജോലിക്കുന്നു. ഐസൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ പുലർച്ചെയാണ് ഈ അപകടമുണ്ടായത്, അല്ലെങ്കിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 പാകിസ്ഥാൻ പാരാമിലിറ്ററി ഉദ്യോഗസ്ഥർ ഈ സൈനിക വാഹനത്തിലുണ്ടായിരുന്നു. കവചിത വാഹനത്തിന് സമാനമായ ഈ വാഹനത്തിലുണ്ടായിരുന്ന 10 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 പേരുടെയും കൊലപാതകം നടത്തിയത് ബലൂച്ച് ലിബറേഷൻ ആർമി, അതായത് ബലൂചിസ്ഥാന്റെ അധികാര പരിധിയിലുള്ള ഒരു പ്രദേശമായ പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർച്ചയായി 3ാമത്തെ തവണയാണ് ഇത്തരത്തിൽ സൈന്യത്തിന് നേരെയുള്ള ആക്രമണം ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വിമോചന പ്രസ്ഥാനം, അതായത് മേഖലയുടെ വിമോചനം അനിവാര്യമെന്ന നിലപാടുമായി പ്രക്ഷോഭം നടത്തുന്ന ആ വിഭാഗം കർശനമായ എതിർപ്പാണ് പാകിസ്ഥാനെതിരെ തുടരുന്നത്. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാന്റെ ഭീകരവാദികളോടുള്ള അനുകൂല നിലപാടുകൾ പ്രത്യക്ഷമായി തന്നെ അവർക്ക് പ്രതികൂലമായി വരുന്നു എന്ന വലിയൊരു പ്രശ്നവും അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അഥവാ IED സ്ഫോടനമാണ് നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സ്ഫോടനത്തിൽ പൂർണ്ണമായും ഈ വാഹനം തകരുകയും 10 പേർ മരിക്കുകയും ചെയ്തു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ബലൂച്ച് ലിബറേഷൻ ആർമി ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗോപിക. ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.